ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ടൊരു അലീസയാണ്. ഇത് കേൾക്കും ഭയങ്കര ഇഷ്ടം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് വെച്ച് ഞാൻ വീഡിയോസ് പറയാം. ഞാൻ ഇത്തിരി ഉള്ളി എടുത്തിട്ടുണ്ട്, ഇത്തിരി ഏലക്കായും എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്, ഇത്തിരി ചെറുപയർ എടുത്തിട്ടുണ്ട്, ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, ഇത്തിരി രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിട്ടുണ്ട്, ഇത്തിരി നെയ്യ് എടുത്തിട്ടുണ്ട് വാട്ടിയെടുക്കാനായിട്ട്, ഇത്തിരി വറവ് ചെയ്യാനായിട്ട് ഇത്തിരി ഉള്ളി, ഇത്തിരി മുന്തിരി, ഇത്തിരി അണ്ടിപ്പരിപ്പ്, ഇത്തിരി സാധനം എടുത്തിട്ടുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ ചെറുപയർ ഇടുക, ആവശ്യത്തിന് ഉപ്പ് ഇടുക, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക, ആവശ്യത്തിന് ഉപ്പ്, ചെറിയുള്ളി, ഏലക്കായ ഇടാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് രണ്ടാം പാലും ചേർത്ത് 2 വിസിലടിച്ച് ചേർക്കാം. ഞാൻ ചേർത്ത് നന്നായി ചേർക്കാൻ പോവുകയാണ്. ഇനി നമുക്കത് 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ ഇത് 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കത് തുറക്കാം. ഇപ്പൊ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്നാം പാലെടുത്ത് വേവിച്ചൊഴിക്കാം. ഇത്തിരി ഒഴിച്ചിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ വറവിട്ടെടുക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിത്തിരി നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് ഉള്ളി ഇടാം. ഇപ്പൊ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചേർത്തെടുക്കാം. അണ്ടിപ്പരിപ്പും ബിസിനസ് എല്ലാം എടുത്തോടെ നട്ടെടുത്ത് ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. എനിക്കിഷ്ടം പഞ്ചസാര വെതറി കഴിക്കാനാണ്. തേൻ ഇഷ്ടമുള്ളവർക്ക് തേനും ഇടാം. നമുക്ക് ഇത്തിരി വെതറി ഇടാം. ഞാനൊന്ന് കഴിച്ചു വെക്കാൻ പോവുകയാണ്. അടിപൊളിയുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ബൈ ബൈ.